അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം തൊഴിൽ ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഹലാലായ ഭക്ഷണം കഴിക്കണം, അതിന് ഹലാലായ സമ്പാദ്യം നമ്മുടെ കയ്യിൽ വേണം. ഹലാലായ സമ്പാദ്യം വേണമെങ്കിൽ ഇസ്ലാം നമുക്ക് അനുവദിച്ച ജോലികൾ ചെയ്ത് അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം കൊണ്ടായിരിക്കണം നാമും നമ്മെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളും ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ ഹലാലായ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ചെയ്യുന്ന അമാലുകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലാക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭക്ഷണം അത് ഹലാലായതായിരിക്കണം. ശരീരത്തിലുള്ള രക്തം അത് ഹലാലായ രക്തമായിരിക്കണം. ഈ രൂപത്തിലൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ പാരത്രികമായ ലോകത്തെ വിജയം നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹലാലായ ജോലി കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ഒരു മനുഷ്യൻ അദ്ദേഹം സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും ഹൈറായത് സ്വന്തം അധ്വാനത്തിലൂടെ കണ്ടെത്തുന്ന വരുമാനമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നന്നായി അധ്വാനിച്ച് ജീവിക്കുന്ന ആളായിരുന്നു എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് നാം ചെയ്യുന്ന ജോലി അത് പൂർണ്ണമായും ഹലാലായ ജോലിയായിരിക്കണം. സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന അതിലൂടെ വരുമാനം കണ്ടെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭക്ഷണം അത് ഹലാലായി മാറുന്നുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ച് അതിലൂടെ കിട്ടുന്ന ഊർജം കൊണ്ടും ആഫിയത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഇബാദത്തുകൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നുള്ളൂ. അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് അതൊരു പക്ഷേ ഇബാദത്തുകൾ ചെയ്യുന്ന നിസ്കാരം മറ്റുള്ള ഇബാദത്തുകളേക്കാൾ എല്ലാം പ്രാധാന്യമുള്ളതാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വേള ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാൻ ഇബാദത്തുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണവും നിങ്ങളുടെ മറ്റു ചിലവുകളെല്ലാം അതെങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ സഹോദരൻ അദ്ദേഹമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹോദരൻ എന്താണ് ജോലി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരൻ അദ്ദേഹം കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന ആളാണ്, കർഷകനാണ്. ഇത് പറഞ്ഞപ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി, നിങ്ങളെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നത് നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കും ഹലാലായ വരുമാനത്തിലൂടെ ഭക്ഷണം കണ്ടെത്താൻ, ഹലാലായ വരുമാനം കണ്ടെത്തിയിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഭക്ഷണവും നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾ അദ്ദേഹമാണ്. നിങ്ങളെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആൾ എന്ന നിലക്ക് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞതായി കാണാൻ കഴിയും. ചുരുക്കത്തിൽ കർഷക ദിനമാകുന്ന ഇന്ന് കർഷകരുടെ പ്രാധാന്യം വിശുദ്ധ ഇസ്ലാം എത്രയോ സ്ഥലങ്ങൾ പ്രതിപാദിക്കുന്നതായി കാണാൻ കഴിയും. ഒരു കർഷകൻ അദ്ദേഹം ജോലി ചെയ്ത് ആ ജോലി തീരുന്നതിന് മുമ്പ്, ശരീരത്തിൽ നിന്ന് വയർപ്പ് പറ്റുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ കൂലി, അദ്ദേഹത്തിൻ്റെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ വേതനം അത് കൈമാറണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യം കണ്ടെത്തി ഹലാലായ രൂപത്തിൽ ഭക്ഷണം കഴിച്ച് ഇബാദത്തുകൾ ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ച് ഈമാനോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.